എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ജീവിതത്തിൽ മുങ്ങിത്താണുകൊണ്ടിരുന്ന ചിലരെ നമ്മൾ രക്ഷിച്ചവരായിരിക്കാം. ആരും സഹായമില്ലാതെ മാറ്റി നിർത്തിയിരുന്നവരെ നമ്മൾ ചിലപ്പോൾ സഹായിച്ചിരിക്കാം. പക്ഷേ പിന്നത്തേതിൽ നമ്മൾ രക്ഷിച്ചവരും നമ്മൾ സഹായിച്ചവരുമാവാം നമുക്കെതിരെ തിരിഞ്ഞവരും നമുക്കെതിരെ വിരൽ ചൂണ്ടിയവരും. വേദപുസ്തകത്തിൽ ഒരു സംഭവമുണ്ട്. ബൈബിളിൽ യേശുവിന്റെ ശിഷ്യന്മാർ ഒരിക്കൽ പടകിൽ സഞ്ചരിക്കുകയാണ്. പടകിൽ സഞ്ചരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി ഉണ്ടായ കാറ്റിനാൽ പടക് ആടി ഉലഞ്ഞു. ശിഷ്യന്മാർ മരണത്തെ മുഖാമുഖമായി കണ്ടു. പക്ഷേ യേശു രക്ഷകനായി കടലിന്റെ മീതെ നടന്ന് അവരുടെ അടുക്കിലേക്ക് എത്തി. ഈ സമയം യേശുവാണ് എന്ന് തിരിച്ചറിഞ്ഞ പത്രോസ് യേശുവിനോട് പറഞ്ഞു, ഞാനും കടലിന്റെ മീതെ നടന്ന് അങ്ങയുടെ അടുക്കിലേക്ക് വരട്ടെ. യേശു അനുവാദം കൊടുത്തു. പക്ഷേ നടന്ന പത്രോസ് കടലിൽ മുങ്ങിപ്പോയി. മുങ്ങിയ സമയത്ത് പത്രോസിനോടൊപ്പം 11 പേരുണ്ടായിരുന്നു. ഒരാള് പോലും കൂടെ ചാടാനോ കൂടെ ചാടി ഒന്ന് രക്ഷപ്പെടുത്താനോ ഒന്ന് കൈ കൊടുത്ത് പിടിച്ചു കയറ്റാനോ കൂടെ ഉണ്ടായിരുന്ന 11 പേരും തയ്യാറായില്ല. പക്ഷേ ആ പത്രോസിനെ കൈ കൊടുത്ത് സഹായിച്ചത് യേശു മാത്രമാണ്. ഇതാണ് ലോകമെന്ന് പറയുന്നത്. നമ്മുടെ കൂടെ എത്ര പേരുണ്ടെങ്കിലും ചില സമയങ്ങളിൽ ആരും കൈ തന്ന് നമ്മളെ സഹായിക്കുകയില്ല. നമ്മൾ മുങ്ങുന്നതും നമ്മൾ വീഴുന്നതും കണ്ട് ചിലപ്പോൾ ആസ്വദിക്കുന്നവരാണ് നമ്മുടെ ചുറ്റിലുമുള്ളവർ. പക്ഷേ യേശു രക്ഷപ്പെടുത്തി കൈ കൊടുത്ത് സഹായിച്ചു. ഇതേ യേശുവിനെ പത്രോസ് 3 പ്രാവശ്യം അറിയില്ല 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 എന്ന് തള്ളിപ്പറയുകയും ചെയ്തു. നമ്മൾ സഹായിച്ചവരും നമ്മൾ രക്ഷിച്ചവരും ഒക്കെ നമ്മെ നാളെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് കൈതന്ന് സഹായിക്കാൻ ശക്തനായ കർത്താവ് സ്വർഗത്തിലുണ്ട്. ആ യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതിന് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ.